नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 78. ബല്വല മോക്ഷവും ഭഗവാൻ ബലരാമൻ്റെ തീർത്ഥാടനവും. പേജ് നമ്പർ 761. അദ്ദേഹത്തിനു സാദര പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം ദക്ഷിണ ദിക്കിലേക്കു യാത്രയായി. ഗോദാവരി തീരം സന്ദർശിച്ചു. ഗോദാവരി നദിയിൽ കുളിച്ച് ആവശ്യമായ അനുഷ്ഠാന കർമ്മങ്ങൾ നടത്തിയ ശേഷം വേന, പമ്പ, ഭീമരഥി എന്നീ നദികളും സന്ദർശിച്ചു. ഭീമരഥിയുടെ തീരത്താണു കാർത്തികേയ സ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാർത്തികേയ സ്വാമിയെ ദർശിച്ച ശേഷം ഭഗവാൻ ബലരാമൻ മഹാരാഷ്ട്ര ദേശത്തെ ശൈലപുരത്തേക്കു പുറപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ജില്ലകളിൽ ഒന്നാണു ശൈലപുരം. പിന്നീട് ദ്രാവിഡ ദേശത്തേക്കാണ് അദ്ദേഹം പോയത്. ദക്ഷിണേന്ത്യ പഞ്ചദ്രാവിഡങ്ങൾ എന്ന പേരിൽ 5ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഉത്തരേന്ത്യയും 5ആയിട്ടാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്, പഞ്ചഗൗരം എന്ന പേരിൽ. ശങ്കരാചാര്യർ, രാമാനുജാചാര്യർ, മധ്വാചാര്യർ, വിഷ്ണുസ്വാമി, നിംബാർക്കസ്വാമി തുടങ്ങി ആധുനിക യുഗത്തിലെ പ്രധാനപ്പെട്ട ആചാര്യന്മാരൊക്കെ ദക്ഷിണദേശത്തുള്ളവരാണ്. പഞ്ചഗൗരത്തിൻ്റെ ഭാഗമായ ബംഗാളിലാണു ഭഗവാൻ ചൈതന്യൻ അവതരിച്ചത്. ബാലാജി എന്നറിയപ്പെടുന്ന വെങ്കിടാചലമാണ് ദക്ഷിണേന്ത്യയിലെ അഥവാ ദ്രാവിഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം. ഇവിടം സന്ദർശിച്ച ശേഷം ഭഗവാൻ ബലരാമൻ വിഷ്ണു കാഞ്ചിയിലേക്കു പുറപ്പെട്ടു. അവിടെ നിന്നു കാവേരി തീരത്തേക്കും. കാവേരി നദിയിൽ സ്നാനം ചെയ്ത ശേഷം രംഗക്ഷേത്രത്തിലെത്തി. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം. അവിടുത്തെ വിഷ്ണുമൂർത്തി രംഗനാഥൻ എന്ന് കീർത്തിക്കപ്പെടുന്നു. രംഗക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൻ്റെ അത്രയും വലിപ്പമില്ലെങ്കിലും ഇതുപോലൊരു രംഗനാഥ ക്ഷേത്രം വൃന്ദാവനത്തിലുമുണ്ട്. വിഷ്ണു കാശിയിലേക്കു പോകും വഴി ഭഗവാൻ ബലരാമൻ ശിവകാഞ്ചിയും സന്ദർശിച്ചു. രംഗക്ഷേത്രത്തിൽ നിന്നു നേരെ മധുര, തെക്കേ ഇന്ത്യയിലെ മധുരയിലേക്കാണ് അദ്ദേഹം പോയത്. അവിടെ നിന്നും സേതുബന്ധനത്തിലെത്തി. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലങ്കയിൽ കടക്കാൻ ചിറകെട്ടിയ സ്ഥലമാണിത്. ഈ സവിശേഷമായ പുണ്യസ്ഥലത്ത് ഭഗവാൻ ബലരാമൻ സ്ഥലത്തെ ബ്രാഹ്മണ പുരോഹിതന്മാർക്കു 10,000 പശുക്കളെ ദാനം ചെയ്തു. സമ്പന്നന്മാർ തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ കുതിര, പശു, വസ്ത്രം, ആഭരണം തുടങ്ങിയവ ദാനം ചെയ്യുക എന്നതു വൈദികാചാരമാണ്.
പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവിടങ്ങളിലെ ബ്രാഹ്മണ പുരോഹിതന്മാർക്ക് വേണ്ടതൊക്കെ നൽകുകയും ചെയ്യുന്ന ഈ സമ്പ്രദായത്തിന് കലിയുഗത്തിൽ കാര്യമായ അപചയമുണ്ടായിട്ടുണ്ട്. വൈദിക സംസ്കാരത്തിൻ്റെ അപചയം മൂലം സമ്പന്ന വിഭാഗം തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാതായി. സന്ദർശകരെ മാത്രം ആശ്രയിച്ചു ജീവിച്ചിരുന്ന ബ്രാഹ്മണ പുരോഹിതന്മാർ സന്ദർശകരെ സഹായിക്കുക എന്ന തങ്ങളുടെ തൊഴിൽപരമായ കടമകൾ ചെയ്യുന്ന കാര്യത്തിലും പിറകോട്ടു പോയി. തീർത്ഥാടന കേന്ദ്രത്തിലെ ഈ ബ്രാഹ്മണ പുരോഹിതർ അഥവാ പണ്ഡിറ്റ് എന്ന പേരിലാണറിയപ്പെടുന്നത്. പണ്ട് ഇവർ ജ്ഞാനികളായ ബ്രാഹ്മണരായിരുന്നുവെന്നും അവിടെ എത്തിയിരുന്ന സന്ദർശകരുടെ ആവശ്യങ്ങൾക്കൊക്കെ വഴികാട്ടികളായി പ്രവർത്തിച്ചിരുന്നു എന്നും അങ്ങനെ പരസ്പര സഹകരണം വഴി സന്ദർശകർക്കും പുരോഹിതന്മാർക്കും ഒരുപോലെ നേട്ടമുണ്ടായിരുന്നുവെന്നുമാണ് ഇതിനർത്ഥം. ഭഗവാൻ ബലരാമൻ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചിരുന്നപ്പോൾ അദ്ദേഹം വേണ്ട രീതിയിൽ വൈദിക സമ്പ്രദായം പിന്തുടർന്നിരുന്നുവെന്ന് ശ്രീമദ് ഭാഗവതത്തിലെ വിവരണത്തിൽ നിന്നു വ്യക്തമാണ്. സേതുബന്ധനത്തിൽ വച്ചു ഗോക്കളെ ദാനം ചെയ്ത ശേഷം ഭഗവാൻ കൃതമാല, താമ്രപർണി എന്നീ നദികളിലേക്കാണു പോയത്. പ്രസിദ്ധിപെറ്റ പുണ്യകേന്ദ്രങ്ങളായിരുന്നു ഇവ. ഇവ രണ്ടിലും ഭഗവാൻ സ്നാനം ചെയ്തു. തുടർന്നു മലയപർവ്വതത്തിലെത്തി. ഈ മലയപർവ്വതം വളരെ വലുതാണ്. മലയപർവ്വത നിരകളിലെ 7 കൊടുമുടികളിൽ ഒന്നാണിതെന്നു പറയപ്പെടുന്നു. മഹാമുനി അഗസ്ത്യൻ്റെ വാസസ്ഥാനമാണിത്. ബലരാമൻ അദ്ദേഹത്തെ സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സാദര പ്രണാമം നടത്തി ആദരിച്ചു. മഹർഷിയുടെ അനുവാദം വാങ്ങി അദ്ദേഹത്തിൻ്റെ ആശീസ്സുകളോടെ ഭഗവാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കു തിരിച്ചു. ഹരേ കൃഷ്ണ.